ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടേ രാവിലെ എന്നെ ശങ്കരനെ സ്കൂളിൽ വിട്ടിട്ട്, രാവിലെ ഒന്നും അല്ല കേട്ടോ, ശങ്കരനെ സ്കൂളിൽ വിട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് റെഡി ആയത് തന്നെ കേട്ടാ. അപ്പോൾ ശ്രീജുവിന് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ ഓഫീസിൽ പോകണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വെച്ച് ഞാൻ വേഗം പോയിട്ടോ. അപ്പോൾ എനിക്ക് അറിയൊന്നും കാര്യമായിട്ട് വെച്ചിട്ടില്ല, ജസ്റ്റ് അമ്പലത്തിനൊന്നും പോയിട്ട് ഓടി വരാമെന്ന് വെച്ചാൽ നാരങ്ങളൊക്കെ എത്തിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലോട്ട് കയറിയത്. കയറിയിട്ട് പുഷ്പാഞ്ജലി നടത്തി 2 മിനിറ്റെങ്കിലും അവിടെ ഇരിക്കും കേട്ടോ. അതെന്നുള്ള ശീലമാണ്, ഇരുന്നിട്ടേ പോരുള്ളൂ ഞാൻ വീട്ടിലോട്ട്. അങ്ങനെ വന്നതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ, കാര്യമായിട്ടൊന്നുമില്ല, ഓട്സ് ആണ് കേട്ടാ. ശ്രീജുന് കഞ്ഞിയാണേ കൊടുത്തത്, ആൾക്ക് വയ്യായിരുന്നല്ലോ, അപ്പോൾ ചൂട് കഞ്ഞിയാണ് കൊടുത്തിട്ട് ഞാൻ പോയത് കേട്ടാ. വന്നപ്പോൾ മെഷീനിൽ തുണിയൊക്കെ എല്ലാം കിടപ്പുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് മേളിൽ തുരുതുര വിരിച്ചിട്ടിട്ടാ. നമ്മുടെ കാവിലെ ആലിന്ന് പിന്നെ കാറ്റുണ്ടല്ലോ, ഒരു രക്ഷയില്ല, നല്ല കാറ്റാണ്, നല്ല സുഖമാണ് മേളിൽ നിൽക്കാൻ തന്നെ കേട്ടാ. അങ്ങനെ മാങ്ങയാണ് ഞാൻ ഈ മണത്ത് നോക്കണേ കേട്ടാ. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിരുന്നു, വെള്ളിയാഴ്ച കൊണ്ട് പച്ചക്കറിയാണല്ലോ. അമ്മ പരിപ്പും പപ്പങ്ങയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം മാങ്ങ എടുത്തിട്ട്, നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടൊന്ന് പേടിക്കുന്നു കേട്ടോ, സത്യമായിട്ട് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ ആ മാങ്ങക്ക്, പ്രതീക്ഷയിലപ്പുറം എടുത്ത്. എന്നിട്ട് വേഗം കുറച്ച് ഉണക്കമുളക് ഇട്ടപ്പോൾ കളർഫുള്ളായി, ടേസ്റ്റുമായി ചമ്മന്തിക്ക്. പിന്നെ അമ്മ എന്നും പണ്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോഴേ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട് പപ്പടം മസാല ഇട്ട കറി, ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ കറി. അന്ന് നമുക്ക് എന്തോ ആ കറി, അന്നല്ല ഇന്നും ആ കറി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ നൊസ്റ്റു ഒന്ന് പുതുക്കാനായിട്ട്, എനിക്കെന്തോ ഞാൻ പപ്പടം വറുക്കാൻ തന്നെ എടുത്തത്, പെട്ടെന്ന് ഓർത്ത് ഈ കറി വെക്കാതെ. നമുക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നിയാൽ അത് അപ്പം തന്നെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പോൾ ആ ഇഷ്ടം മാറിപ്പോവില്ലേ, കുറഞ്ഞു പോവില്ലേ. അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ ആ കറി വെച്ച് അങ്ങനെ ആ കറിയൊക്കെ സെറ്റായി. പിന്നെ നമ്മുടെ കലാപരിപാടി പാത്രം കഴുകൽ, അതിനൊരു കുറവില്ല കേട്ടോ. ഈ സിങ്കിലെ പാത്രങ്ങൾ ഇങ്ങനെ മുഴുവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ മൊത്തം കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, രാവിലെ തൊട്ടുള്ള പാത്രങ്ങളുണ്ട്. അത് മൊത്തം കഴുകി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീജു മരുന്നൊക്കെ കഴിക്കണതാണ്, ഈ ചുമയുടെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണം നമുക്ക് വരുമല്ലോ, അപ്പോൾ ആൾക്ക് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ചോറൊക്കെ കൊടുത്തു, കറിയൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് ചോറൊക്കെ കൊടുക്കുകയായിട്ട് ചെയ്തേ. അപ്പോൾ അച്ഛനിന്ന് എന്തോ വരാൻ ലേറ്റായി. ശ്രീജു ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കാണ് അച്ഛൻ എത്തിയത്. പിന്നെ അച്ഛനും ചോറ് കൊടുത്തിട്ട് വേഗം അടിച്ചൊക്കെ ഇടുവാൻ കേട്ടോ. ശങ്കരന് സ്കൂളിൽ നിന്ന് വിളിക്കാനും പോകണം, പിന്നെ ശ്രീജുവിനൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ കടയിലും പോകണം. അങ്ങനെ അതൊക്കെയായിരുന്നു പ്ലാനിങ്. അങ്ങനെ വേഗം അടിച്ച് വാരിയൊക്കെ ഇട്ടിട്ട് ശങ്കരിനെയും പോയി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വരുന്ന വഴി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടാ. അപ്പോൾ സീതപ്പഴം ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്, രണ്ടുപേരും കൂടി അത് കുറേ നേരം ഇരുന്ന് കഴിച്ചു. അപ്പോഴാ ഓർത്ത് ചോറ് കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ വേഗം ഓടിപ്പോയി ചോറെടുത്ത് കഴിച്ചിട്ടാ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്.